ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടതിൻ്റെ ക്ഷീണമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും നന്നായിട്ട് കുഴഞ്ഞിരിക്കുവാന്ന്. ഇപ്പം നമ്മൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യുവാണ്. ഹണി നമുക്ക് വേണ്ടിയിട്ടുള്ള കീയൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര ക്യൂട്ടുമാണ്. സംസാരിക്കാനൊക്കെ നല്ല ക്യൂട്ടാണ്. ഇതാണ് നമ്മുടെ മൊത്തം ടീം മെമ്പേഴ്സ്. നമ്മൾ സാന്റാ വേൾഡിൻ്റെ പാക്കേജ് ടൂറിലാണ് വന്നത്. അടിപൊളി പാക്കേജ് ആയിരുന്നു. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തു തന്ന വർക്കാണ്. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് അലകാസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഷോയെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മളൊരു ബെല്ലി ഡാൻസ് പോലെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് അവരുടെ ട്രഡീഷണലുമായി ബന്ധപ്പെട്ട് ഉള്ള ഡാൻസ് ആയിരുന്നു. ടിക്കറ്റിൽ തന്നെ സീറ്റ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ തെറ്റിച്ചാണ് ഇരുന്നത്. പിന്നെ ഒരു പുള്ളിക്കാരൻ വന്ന് എണീപ്പിച്ച് വിട്ടു. ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയത് ഇതിൽ മൊത്തം ഇന്ത്യക്കാരായിരുന്നു എന്നാണ്. കാര്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂവലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഭംഗിയുള്ളവരായിരുന്നു. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നി. എല്ലാവരുടെ ഫേസ് ചായ ഏകദേശം ഒരുപോലെ ആയിരുന്നു. അതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ പാടായിരുന്നു ആരായിരുന്നു ഏറ്റവും നല്ലോണം ഡാൻസ് കളിക്കുന്നതെന്ന്. അടിപൊളി ഡാൻസ് ആയിരുന്നു. അവരുടെ കോസ്റ്റ്യൂമൊക്കെ വേറൊരു സ്റ്റൈലായിരുന്നു. ഈ ഇരിക്കുന്ന ഹാളിൽ ഭയങ്കര തണുപ്പായിരുന്നു. കുറച്ച് നേരമൊക്കെ പിടിച്ചു നിന്നു. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്തത്രയും തണുപ്പായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു എല്ലാവരും. 1 മണിക്കൂറത്തെ ഷോ ആയിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് വീഡിയോസ് അവിടുത്തെ ബോഡി ഗാർഡ്സ് എടുക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. എടുക്കുന്നവരെ ഓഫാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം കണ്ട വീഡിയോസിനെക്കാട്ടിയും അടിപൊളിയായിരുന്നു അവരുടെ പെർഫോമൻസ്. അവിടുത്തെ സിനിമാറ്റിക് ഡാൻസ് പോലെ എനിക്ക് തോന്നി. ട്രഡീഷണലല്ലായിരുന്നു, വേറൊരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ കാലിലോട്ട് ശ്രദ്ധിച്ചത്. കാലിൽ അവർ ഇട്ടിരിക്കുന്ന ഹീൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ളതും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ളതാണ്. അതിട്ട് ഇവരിങ്ങനെ ഇത്രയും ടഫായിട്ടുള്ള സ്റ്റെപ്പ് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.